എന്താ ചേച്ചി? ഒരു ചെവി കേൾക്കാല്. ചെവി കേട്ടു, പറഞ്ഞോ. കാര്യം എന്നാ? പട്ടിക്കുഞ്ഞിലെങ്ങാൻ വന്നോടി. പട്ടിക്കുഞ്ഞാ? ചേച്ചിയുടെ പട്ടിക്കുഞ്ഞ്. ചേച്ചിക്ക് എവിടുന്നാ പട്ടി? ഓ, ഞാൻ ഇന്നലെ ഒരു വഴി പോയിച്ച് വന്നപ്പോൾ ഒരു പട്ടിക്കുഞ്ഞ് തോടലോടെ റോഡിൽ നിൽക്കുന്നു. ഞാൻ അതിനെ പിടിച്ച് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ട് കെട്ടിയിട്ട് നേരം വെളുത്ത് നോക്കിയപ്പോൾ അതിനെ കാണാനില്ല. എൻ്റെ പൊന്നു ചേച്ചി, ഈ തെരുവ് നായ്ക്കളെ ശല്യം കൊണ്ട് മനുഷ്യർക്ക് ഇവിടെ പൊറുതി മുട്ടിയിരിക്കുക. തെരുവ് നായ അല്ല, റോഡിൽ ഇറങ്ങിയാലുണ്ടല്ലോ മനുഷ്യൻ്റെ ജീവൻ കയ്യിൽ പിടിക്കണം. 10ഉം 15ഉം ആണോ വളയുന്നത്. അന്നേരം ചേച്ചിയും തുടങ്ങിയോ ഇത്? എന്നിട്ടിപ്പോൾ ചേച്ചിയുടെ പട്ടിയെ അഴിച്ചു വിട്ടിട്ട് കാണുന്നില്ലെന്ന് എന്നോട് ചോദിക്കുന്നേ. എന്നാ ഞാൻ പറയട്ടെ, പൂട്ടിയിട്ട് വളർത്തുവാണെങ്കിലേ എനിക്ക് അതിനെ കൊണ്ട് കാര്യമുണ്ട്. എന്നാ കാര്യ? കൊണ്ട് പൂട്ടിയിട്ട് വളർത്തിയിട്ട് ഞാൻ ഒരു ബോർഡും വെക്കും. പട്ടിയുണ്ട് കേട്ടോ, ആർക്കും പ്രവേശനമില്ലാന്ന്. പട്ടിയുണ്ട്, പ്രവേശനമില്ലെന്ന്. അപ്പോൾ ആൾക്കാർ ഞെട്ടി ഓടിക്കോളും പട്ടിയുണ്ടെന്ന് എഴുതിയില്ലേ? പട്ടിയുണ്ട് എന്ന് പറയുമ്പോൾ ആൾക്കാർ അത്ര ധൈര്യമായിട്ടൊന്നും കയറുകയില്ല. എന്നാൽ ഒട്ടും കയറാതിരിക്കാൻ ഞാനൊരു വഴി പറയട്ടെ. ഈ പട്ടിയുണ്ട് സൂക്ഷിക്കാന്നുള്ളതിൻ്റെ ഇപ്പുറത്തെ ഒരു പേന്നും കൂടെ കൂട്ടണം. പേപ്പട്ടിയുണ്ട് സൂക്ഷിക്കാന്ന്. എന്നിട്ടേ നാട്ടുകാരും കയറൂല, വീട്ടിലുള്ളവരും ഇറങ്ങി ഓടിക്കോളും. എന്നിട്ട് ഇപ്പം ചേച്ചിയുടെ പട്ടിയെ ഞാൻ കണ്ടു രാവിലെ പോണത്. ഞാൻ അതിനോട് ചോദിച്ചു എവിടെ പോവാ പട്ടീന്ന്. അപ്പോൾ പട്ടി പറഞ്ഞ എന്നാന്നറിയോ? അവരുടെ സംസ്ഥാന സമ്മേളനം അതേ ആ റോഡിൽ നടക്കുന്നുണ്ടെന്ന്. തെരുവ് നായ്ക്കളുടെ സംസ്ഥാന സമ്മേളനം, അതിൽ പങ്കെടുക്കാൻ പോവാന്നവർ. അങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് ചേച്ചി ചെല്ലുക, അവിടെ ചെല്ലുക. അവിടെ ചെന്നിട്ട് ആ സമ്മേളനത്തിൽ കൂടുകയും ചെയ്യാം, പട്ടിയെ വിളിച്ചുകൊണ്ട് വരാം.